അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട്, അവൻ്റെ മഹൽ ഫദ്ൽ കൊണ്ട് നമുക്ക് ഇരുലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, കൽബ് നിറച്ചതിനോട് ദുആ കൊണ്ട് കൂടെ നിൽക്കുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും അല്ലാഹു ഐശ്വര്യവും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹി അൽഫ മറ. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നാമൊക്കെ തന്നെ പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ആദ്യത്തെ പകലിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട പകലിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ പ്രത്യേകിച്ച് ഓർക്കേണ്ടതും ചെയ്യേണ്ടതും, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു, റബീഉൽ അവ്വലിൻ്റെ പിറ കണ്ടാൽ, ആദ്യത്തെ പിറ കണ്ടാൽ ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും പറഞ്ഞു. ഇന്നലെ അത് ആർക്കെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഇന്ന് മഗ്‌രിബിന് മുമ്പായി ആ ചൊല്ലാനുള്ളത് മുഴുവൻ വീണ്ടെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ സുദിനത്തിൽ നമുക്ക് ചെയ്യുന്ന ഒരുപാട് നിഅമത്തുകൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ കൊണ്ട്, അവിടുത്തെ സ്വലാത്ത് കൊണ്ട്, അവദാന പ്രവാചക പ്രകീർത്തനത്തിൻ്റെ പടപ്പാട്ട് കൊണ്ട് ഒരുപാട് ഖൈറും ബറക്കത്തും നമുക്ക് അല്ലാഹു തരുന്നുണ്ട്. ഒരു വീട്ടിൽ വെച്ച്, ഒരു സ്ഥാപനത്തിൽ വെച്ച്, ഒരു മഹല്ലിൽ വെച്ച്, പള്ളിയിൽ വെച്ച്, ഒറ്റക്കോ കൂട്ടമായിട്ടോ എങ്ങനെയുമാകാം മൗലിദ് പാരായണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനം പാരായണം ചെയ്താൽ 7 അത്ഭുത നേട്ടങ്ങളുണ്ട്. ഇമാം സുയൂത്തി തങ്ങളുടെ വാക്ക് കടമെടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. ഈ 7 ഗുണങ്ങളൊക്കെ തന്നെ വീട്ടിൽ ബറക്കത്ത്, ജോലിയിൽ ബറക്കത്ത്, നമ്മുടെ രോഗങ്ങൾ മാറൽ, അപകടങ്ങളിൽ നിന്ന് സലാമത്ത്, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് സലാമത്ത്, മലക്കുകളുടെ ദുആ അടക്കം എല്ലാം കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ് അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങൾ. അത് നമ്മൾ സജീവമാക്കണം ഈ ഒരു മാസക്കാലം മുഴുവനും. അക്കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിൻ്റെ മാസമാകുന്ന റബീഉൽ അവ്വലിൽ അവിടുത്തെ മദ്ഹ് പറയുന്ന ഒരു പ്രഗൽഭമായ സൂറത്ത്, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ എവിടെയും അവിടുത്തെ മദ്ഹാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മദ്ഹിന് വേണ്ടി പ്രത്യേകം സെപ്പറേറ്റ് സൂറത്തുകൾ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു ശറഹ് എന്ന് പറയുന്നത്. അലം നശ്റഹ് ലക സദ്റക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയ നിഅമത്തുകളെ കുറിച്ച് പറയുന്നു. നബിയെ, അവിടുത്തെ വലിയ സ്ഥാനമാനങ്ങൾ, വറഫഅനാ ലക ദിക്റക്, അവിടുത്തെ പരാമർശം, അവിടത്തെക്കുറിച്ചുള്ള പിന്നെ മഹത്വം പറയൽ, അത് ഞാൻ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതിനെ ഞാൻ വളർത്തുകയാണ്. ഈ ഉമ്മത്തിനെ കൊണ്ട് അല്ലേ, വിശ്വാസികൾ, കൽബിൽ ഇച്ചിരിയെങ്കിലും ഈമാനുള്ളവർ അവിടുത്തെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. മതമില്ലാത്തവരും പറയുന്നില്ലേ അവിടുത്തെ മഹത്വം. മറ്റു നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ സ്ഥാനം കാരണം ആർക്കും ഒന്നും പറയാതിരിക്കാൻ പറ്റൂല. അപ്പേറെ പെർഫെക്റ്റ് ആയിട്ടാണ് ജീവിച്ചത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കുടുംബ മേഖലകളിലും വിവാഹ ജീവിതത്തിലും പിന്നെ സമൂഹത്തിൻ്റെ വ്യക്തിപരമായ മുഴുവൻ കാര്യങ്ങളിലും അവിടുന്ന് മാതൃകയാണ്. അതെല്ലാവരും പറയാം. അതുകൊണ്ടാണ് വറഫഅനാ ലക ദിക്റക്, അങ്ങനെക്കുറിച്ചുള്ള പരാമർശം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു ഖുർആൻ പറയുന്ന അവിടുത്തെ മദ്ഹ് പറയുന്ന സൂറത്താണ് സൂറത്തു ശറഹ്. ഖുർആനിലെ 114 സൂറത്തുകളിൽ 94ാമത്തെ കുഞ്ഞു സൂറത്താണ്. 8 ആയത്തേ ഉള്ളൂ. നമുക്കൊക്കെ മനപ്പാടാണ്, നിസ്കാരത്തിലൊക്കെ നമ്മൾ ഓതുന്ന സൂറത്താണ്. ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്താൽ, അവിടുത്തെ മദ്ഹ് പറയുന്ന സൂറത്താണ്, കിട്ടാത്തതൊന്നുമില്ല എന്നാണ് അതിൻ്റെ ഫളായിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. മനസ്സമാധാനം കിട്ടി ജീവിക്കാൻ മനസ്സമാധാനം കിട്ടും. കൽബിന്, നമ്മുടെ ഹൃദയത്തിന് വലിയ സന്തോഷം ഉണ്ടാവും. ഈ പരിശുദ്ധമായ സൂറത്ത് റിസ്ക് എളുപ്പമാകും, ഉപജീവന മാർഗം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. മാത്രമല്ല ഉദ്ദേശങ്ങൾ, ഹാജത്തുകൾ വീട്ടിയെടുക്കാൻ പറ്റിയ സൂറത്തു ശറഹ്. അതേപോലെ കച്ചവടം, നമ്മുടെ വരുമാനം, അതിലൊക്കെ ബറക്കത്തുണ്ടാകാൻ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, 5 തവണ ഈ സൂറത്ത് പാരായണം ചെയ്താൽ നമ്മുടെ വരുമാനത്തിൽ, സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, പോക്കറ്റ് കാലിയാകില്ല എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. അതായത് 5 നേരത്തെ ഫർദ് നിസ്കാരം കഴിയുമ്പോൾ ഒരു വട്ടം, അതിൻ്റെ ശേഷമുള്ള ദിക്റുകൾ കഴിഞ്ഞിട്ട് ഒറ്റ വട്ടം അലം നശ്റഹ് ലക സദ്റക് ആ സൂറത്ത് പാരായണം ചെയ്യാം. ഓരോ ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് 9 വട്ടം പാരായണം ചെയ്താൽ മുഴുവൻ സാമ്പത്തിക ശാരീരിക പ്രയാസങ്ങളൊക്കെ മാറും, ബെനിഫിറ്റ് കിട്ടും. അങ്ങനെയും പറയുന്നുണ്ട്. ഏത് ഓപ്ഷനും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ മുടങ്ങാതെ ഒരു വട്ടം വീതം ഫർദ് നിസ്കാര ശേഷം അത് പതിവാക്കി പോന്നാൽ അൽഹംദുലില്ലാഹ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല, എക്സ്പീരിയൻസ് അനുഭവിച്ചറിയണം. അത്ര വലിയ ബെനിഫിറ്റുള്ള സൂറത്താണ്. മാത്രമല്ല 5ാമത്തെ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ യോഗ്യത, സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു 7 വട്ടം
നമ്മുടെ ഉലമാക്കൾ. ഇന്നും ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളെ പോയി കണ്ടാൽ അവിടെ ഇജാസത്ത് കിട്ടാൻ വളരെ പ്രയാസമാണ്. കിട്ടിയാൽ ഭയങ്കര പവറുള്ള, ഇനി ഇജാസത്തില്ലെങ്കിൽ പോലും ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 വട്ടം അലം നശ്റഹ് സൂറത്ത് അൽഹംദുലില്ലാ പാരായണം ചെയ്താൽ സന്തോഷകരമായ ജീവിതം മാത്രമല്ല നമ്മുടെ ബുദ്ധി തെളിയുമെന്നാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസായ നമ്മുടെ അൻവാർ ഹഫീദിൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ, നമ്മുടെ പരിചയത്തിലുണ്ടോ, പറഞ്ഞു കൊടുക്കണം. പഠിക്കുന്ന മക്കൾക്ക് അത് ഏത് കോഴ്സ് കൈകാര്യം ചെയ്താലും പഠിക്കാനുള്ള നല്ല മെമ്മറി പവർ ഉണ്ടാവും, നല്ല ഓർമ്മശക്തി ഉണ്ടാവും. എക്സാമിലൊക്കെ അവർക്ക് ഉന്നതമായ മാർക്ക് വാങ്ങാൻ പറ്റും. എന്ത് ചെയ്യണം? സുബഹിസ്കാരം കഴിഞ്ഞിട്ട്, അത് എപ്പോഴെങ്കിലും സുബഹിസ്കരിച്ചിട്ട് കാര്യമില്ല, എപ്പോഴും മക്കളൊക്കെ അങ്ങനെയാണ്, എണീക്കുമ്പോൾ സുബഹിസ്കരിക്കും, പിന്നെ അതുകൊണ്ട് കാര്യമില്ല. സുബഹി നിസ്കാരം ഖളാ ആകാതെ നിസ്കരിക്കണം. എന്നിട്ട് 7 വട്ടം പാരായണം ചെയ്യണം പരിശുദ്ധമായ സൂറത്ത് ശറഹ് അലം നശ്റഹ് സൂറത്ത്. അങ്ങനെ ഒരുപാട് ഗുണം കിട്ടും. 7ാമത്തെ മഹത്വം എന്ന് പറയുന്നത് രോഗങ്ങൾ മാറാൻ. ഇപ്പം നമുക്ക് പെട്ടെന്ന് രോഗം വന്നു, അസ്വസ്ഥത വന്നു, കണ്ണേറ് കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റു ഭൗതികപരമായ പല പ്രശ്നങ്ങളും രോഗാണുക്കളും മറ്റൊക്കെ ആകാം. എന്ത് രോഗമാകാം, രോഗം ബാധിച്ചാൽ ഒരു 7 വട്ടം അല്ലെങ്കിൽ ഒരു 3 വട്ടം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതണം. അതേപോലെ തന്നെ അലം നശ്റഹ് ലക സദ്റക്, ഈ സൂറത്തും ഒരു 3 വട്ടം. 7ആണ് ഫാത്തിഹയെങ്കിൽ ഇത് 7 വട്ടം, 3ആണ് ഫാത്തിഹ ഓതുന്നെങ്കിൽ ഇത് 3 വട്ടം ഓതി കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ ഒരു 7 സ്വലാത്ത് അല്ലെങ്കിൽ ഒരു 3 സ്വലാത്ത് നമ്മൾ ഏതെങ്കിലും സ്വലാത്ത് ഓതിയിട്ട് നമ്മൾ സ്വന്തം മന്ത്രിക്കുക, വെള്ളത്തിലൂതി മന്ത്രിച്ചു കുടിക്കുക, നമ്മുടെ മക്കളെ മന്ത്രിക്കുക, അവർക്ക് വെള്ളം ഊതി മന്ത്രിച്ചു കൊടുക്കുക. ആര് ചെയ്താലും അൽഹംദുലില്ലാ വലിയ ബെനിഫിറ്റ് ഉണ്ടാകും, വലിയ ബെനിഫിറ്റ് ഉണ്ടാകും. മഹാനായ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഉമ്മുൽ മദാരിസ്, ആ മഹനീയമായ സ്ഥാപനത്തിൽ അൽബാക്കവി ബിരുദം കൊടുക്കുന്ന സ്ഥാപനത്തിലെ മർഹൂം വഫാത്തായി പോയ മഹാനായ PSP ഹസ്രത്ത് സൈനുൽ ആബിദീൻ ഹസ്രത്ത് നവ്വർ അല്ലാഹു മർക്കദ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടത്തോടൊപ്പം അല്ലാഹു നമുക്ക് ജന്നത്ത് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടുന്ന് റുഖിയ്യത്തിന് മന്ത്രിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ശകലങ്ങൾ പറഞ്ഞു തരണം, ഇജാസത്ത് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ രേഖാമൂലം അവിടുന്ന് എഴുതി തന്ന കൂട്ടത്തിൽ ഈ പരിശുദ്ധമായ സൂറത്ത് 3 അല്ലെങ്കിൽ 7 വട്ടം പാരായണം ചെയ്ത് മന്ത്രിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മശായിഖന്മാർ ഉസ്താദന്മാർ ഇങ്ങനെ കൈമാറി കൊടുത്ത വലിയ ബെനിഫിറ്റുള്ള പവറാണ്. അതിൽ നിന്നുകൊണ്ട് പറയാൻ അൽഹംദുലില്ലാ ഈ സൂറത്തിന് രോഗത്തിന് ശിഫായിന് ഭയങ്കരമായ എഫക്റ്റാണ്. അത് പ്രത്യേകം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ബറക്കത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ അലം നശ്റഹ് സൂറത്ത്, അവിടുത്തെ മദ്ഹ് പറയുന്ന സൂറത്ത് തീർച്ചയായും പ്രിയപ്പെട്ടവരെ കുഞ്ഞു സൂറത്താണ്. ഓരോ ഫർദ് നിസ്കാര ശേഷമെങ്കിലും ഒരു വട്ടം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു വട്ടം നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് കിട്ടുന്ന മുഴുവൻ ഭൗതികമായ ആത്മീയമായ മുഴുവൻ വരുമാനവും ഉപജീവന മാർഗവും ബറക്കത്തും ഖൈറും നമ്മളൊക്കെ നേടാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് പരിശുദ്ധമായ സൂറത്തു ശറഹ് ഒന്ന് പരിചയപ്പെടാം. സൂറത്തു ശറഹ് പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ കൂടുതൽ വരാൻ സാധ്യത, അതിൻ്റെ ഹെറൂഫുകളുടെ ഒരു ശൈലി പരിശോധിക്കുമ്പോൾ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പരമാവധി തെറ്റില്ല, ഒരു തെറ്റതിൽ വന്നുപോയി, ഒരു ഹർഫിൽ വ്യത്യാസം വന്നുപോയി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് പുറത്തു പോകും, അള്ളാഹിൻ്റെ കലാമിൽ നിന്ന് പുറത്തു പോകും. പിന്നെയോ ഓതിയതിൻ്റെ കൂലിയില്ല എന്ന് മാത്രമല്ല, ഓതിയതിന് അതിൻ്റെ ഖുർആനിൻ്റെ ശാപം പോലെ ഏറ്റുവാങ്ങേണ്ടി. റുബ്ബ ഖാരിയിൻ, എത്ര ഓത്തുകാരാണ്, വൽ ഖുർആനു യൽഅനുഹു, ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുക, ഓത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ ഓത്തുകാരിൽ പെടാൻ പാടില്ല. അപ്പോൾ ഈ കുഞ്ഞു സൂറത്താണെങ്കിലും തെറ്റുകൂടാതെ എങ്ങനെ ഓതാം, എങ്ങനെ ഓതേണ്ടത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്രകാരമാണ് സൂറത്തു ശറഹ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ നമ്മൾ പാരായണം ചെയ്യും. അലം നശ്റഹ് ലക സദ്റക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ നബിയെ അവിടുത്തെ മനസ്സിന് വിശാലത, കൽബിന് വിശാലത ചെയ്തു തന്നില്ലേ എന്ന് പറയുന്ന ഭാഗമാണ്. ആ ഒരു ഭാഗം അവിടേക്ക് തെറ്റുകൂടാതെ വളഅനാ അൻക വിസ്റകല്ലദീ അൻഖള ളഹ്റക, അവിടെ ശ്രദ്ധിക്കേണ്ടത് വളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക. ലാദ് ലാ രണ്ടും ചേർന്ന് വരുന്നൊരു ഭാഗമാണ്. രണ്ടും കൃത്യമായിട്ട് തെറ്റുകൂടാതെ മൊഴിയുന്ന ആ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ആയിട്ട് അവിടെയാണ് കൂടുതൽ തെറ്റ് വരുന്നത്.
പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നബി തങ്ങളുടെ സ്ഥാനം, മഹത്വം, അവിടത്തെ കുറിച്ചുള്ള പരാമർശം അത് ഉയർത്തിക്കൊണ്ടേയിരിക്കും. അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും ഒരു കയറ്റത്തിനൊരു ഇറക്കം, ഒരു വിഷമമുണ്ടായാൽ സന്തോഷം അള്ളാഹു തരും, ഉറപ്പായിട്ടും തരും. വിഷമിക്കേണ്ട, ഇപ്പോൾ നമുക്ക് വിഷമാണ്, ഇപ്പോൾ പ്രയാസമാണ്, ഇപ്പോൾ ദുഃഖമാണ്, അത് തുടരുമോ? എപ്പോഴും അങ്ങനെയാകുമോ? ആകില്ല, ഇത് മാറും. ജീവിതത്തിൽ എത്ര പ്രയാസം കഴിഞ്ഞു പോയി ആലോചിച്ച് നോക്കി, എത്ര രോഗങ്ങൾ കഴിഞ്ഞു പോയി, എത്ര അപകടങ്ങളെ നമ്മൾ തരണം ചെയ്തു. ചുമ്മാ ഒന്ന് ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കി, ഒരു സ്വപ്നം പോലെയല്ലേ പടച്ചോനെ, അതൊക്കെ എങ്ങനെ കഴിഞ്ഞു പോയി. ചുമ്മാ ആലോചിച്ച് നോക്കി, വലിയ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞു പോയില്ലേ, സ്വപ്നം പോലെ തോന്നുക. ഇത്രേ ഉള്ളൂ. ഈ പ്രയാസം തുടരൂല്ല, അത് നമുക്ക് തീരുന്നൊരു സമയമുണ്ട്. ഈ സമയവും കടന്നു പോവുക തന്നെ ചെയ്യും, ഒരു വിഷമമില്ല. ഈ സൂറത്ത് പ്രത്യേകിച്ച് പ്രയാസങ്ങൾ നീക്കിത്തരും, ബെനിഫിറ്റുള്ള സൂറത്താണ്. അപ്പോൾ ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ എല്ലാ ബെനിഫിറ്റും ഖൈറും നമുക്ക് പ്രദാനം ചെയ്യട്ടെ, വിജയിപ്പിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله